ഓക്കെ, PN ഗാഡ്ഗിൽ ആൻഡ് സൺസിൻ്റെ ആ ഒരു ഡയമണ്ട് ബിസിനസ്, രേവ എന്നുള്ള ബ്രാൻഡ് പേരിലുള്ള ആ ഒരു ഡയമണ്ട് ജ്വല്ലറി ബിസിനസ്സിൻ്റെ IPO ഓപ്പൺ ആവുകയാണ്. ഫെബ്രുവരി 24 ഓപ്പൺ ആയിട്ട് 26 തീയതി ഈ ഒരു IPO ക്ലോസ് ചെയ്യുന്നതാണ്. 27 തീയതി IPO അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ. അതുപോലെ മാർച്ച് 4 ഈ ഒരു കമ്പനിയുടെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കമ്പനിക്ക് ഓൾമോസ്റ്റ് 1223 കോടിയോളം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണും. ഇതൊരു 380 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന IPO ആണ്. ഇതിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലുള്ള ആരും തന്നെ ഇതിൽ ഷെയർസ് വിൽക്കുന്നില്ല. പുതിയതായിട്ട് ഇത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഈ ഒരു IPOയിൽ കളക്ട് ചെയ്യുന്ന ആ ഒരു 380 കോടി രൂപയിൽ 286.5 കോടി രൂപ അവർ അടുത്ത 15ഓളം സ്റ്റോർസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അവർ ടയർ 1 സിറ്റീസിലാണ് കൂടുതലും അവരുടെ സ്റ്റോർസ് ഇനി ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ടയർ 2 സിറ്റീസിലും ടയർ 3 സിറ്റീസിലും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പഠനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആ ഒരു 35% അവരവരുടെ മാർക്കറ്റിങ്ങിനും അതുപോലെ IPO പ്രൊസീഡിങ്സിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു PN ഗാഡ്ഗിൽ ആൻഡ് സൺസ് എന്നുള്ള പേര് ആ ഒരു മഹാരാഷ്ട്ര ഏരിയയിലൊക്കെ വലിയൊരു ബ്രാൻഡാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു നാരായണ റാവു വാസുദേവ റാവു എന്ന് പറഞ്ഞ ആ ഒരു ഗണേഷ് നാരായൺ ഗാഡ്ഗിൽ എന്ന് പറഞ്ഞാൽ 1832 സാംഗ്ലിയിൽ മഹാരാഷ്ട്രയിൽ ഈ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ വന്ന ജനറേഷൻസ് ഈ ഒരു കമ്പനിയുടെ ആ ഒരു ബ്രാൻഡ് പേര് പുരുഷോത്തം നാരായൺ ഗാഡ്ഗിൽ കമ്പനി എന്നുള്ള പേര് 2012 PN ഗാഡ്ഗിൽ ആൻഡ് സൺസ് എന്നുള്ള പേരിലോട്ട് മാറ്റി ഈ ഒരു ബിസിനസ് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവരുടെ തന്നെ ആ ഒരു PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഓൾറെഡി മാർക്കറ്റ് ലിസ്റ്റ് ആണ്. വലിയ കമ്പനിയാണ് ഈ ഒരു ഗോൾഡ് ജ്വല്ലറിയുടെ ബിസിനസ്സിലുള്ള ആ ഒരു കമ്പനി. അതുപോലെ തന്നെ ഈ ഒരു PN ഗാർഗി ഫാഷൻ ജ്വല്ലറിയിലുള്ള ആ ഒരു കമ്പനി ഓൾറെഡി മാർക്കറ്റ് ലിസ്റ്റഡ് ആണ്. പിന്നെ ഈ ഒരു കമ്പനി PNGS രേവ ഡയമണ്ട് എന്നുള്ള കമ്പനി പഴയ കമ്പനിയിൽ നിന്ന് അവർ സ്പൺ ഓഫ് ചെയ്തതാണ് 2025 ഒരു സ്ലം സെയിൽ വഴി. എന്ന് വെച്ചാൽ മൊത്തത്തിൽ കറക്റ്റായിട്ടൊരു വാല്യൂഷൻ ഒന്നും എടുക്കാതെ സ്പൺ ഓഫ് ചെയ്തെടുത്ത കമ്പനി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്ത ഈ ഒരു കമ്പനി ഇപ്പോഴാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നത്. ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മെയിനായിട്ട് അഫോർഡബിൾ ലക്ഷറിലാണ്. ഒരു 10,000 രൂപ മുതൽ തുടങ്ങുന്ന സെമി പ്രഷ്യസ് സ്റ്റോൺ, നമ്മൾ സ്റ്റാർട്ട് ഗോൾഡിൽ അല്ലെങ്കിൽ പ്ലാറ്റിനത്തിൽ ഒക്കെ സ്റ്റഡ് ചെയ്ത ജ്വല്ലറി ഐറ്റംസ് ആണ്. അവരുടെ 99% അവരുടെ സെയിൽസ് വരുന്നത് ഈ ഒരു ഗോൾഡിൽ ഡയമണ്ട്സ് അല്ലെങ്കിൽ അതർ പ്രഷ്യസ് സ്റ്റോൺസ് സ്റ്റഡ് ചെയ്ത ജ്വല്ലറീസിൽ നിന്നാണ്. ഇവർക്ക് മൊത്തത്തിൽ 34ഓളം സ്റ്റോഴ്സ് ഉണ്ട്. അതിൽ 32 ഫോക്കോ മോഡൽ, അതായത് ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡലാണ് റൺ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓണറാണ് ഈ ഒരു സ്ഥലം ലീസിനെടുത്ത് ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ഒരു കമ്പനി ആയിരിക്കും. ഒരു റവന്യൂ ഷെയറിംഗ് മോഡലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫോഫോ മോഡലിലും അതുപോലെ കോക്കോ മോഡലിലും ഈ ഒരു കമ്പനിക്ക് ഓരോരോ കമ്പനി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 34 സ്റ്റോർസ് ഉണ്ട്. അതിൽ 30 സ്റ്റോർസോളം മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഉള്ളത്. ഇവർ സ്റ്റാർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഇവരുടെ ഒരു ബ്രാൻഡ് പേര് മെയിനായിട്ട് മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഉള്ളത്. ബാക്കി 3ഓളം സ്റ്റോറുകൾ അവർക്ക് ഗുജറാത്തിലുണ്ട്. അവർ കർണാടകയിലും ഒരു സ്റ്റോർ ഇപ്പോൾ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു റവന്യൂ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഇവരുടെ കമ്പനിയുടെ ആ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ NDTV-ലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 90% റവന്യൂസ് വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അത് 75% കൊണ്ടുവരണം. 8% ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും 2% കർണാടകയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു റീജിയനിലോട്ട് മാത്രമുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കമ്പനി കുറയ്ക്കാനുള്ള പ്ലാനിന് വേണ്ടിയാണ് ഈ ഒരു കമ്പനി സ്റ്റോർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ചെയ്യുന്നത്. എന്നാലും ഈ ഒരു 15 സ്റ്റോർസ് പുതിയതായിട്ട് 2028 ഓപ്പൺ ചെയ്യുമെന്ന് മാനേജ്മെൻറ്റ് പറയുന്നതിൽ നല്ലൊരു ശതമാനം സ്റ്റോർസ് ഇനിയും മഹാരാഷ്ട്രയിലെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് അവർ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ 130 കോടിയോളം ഈ ഒരു കമ്പനിക്ക് ലോൺസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഷോർട്ട് ടേം ലോൺസ് ആണ്. ഇതുപോലുള്ള ജ്വല്ലറി കമ്പനികൾക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഒത്തിരി ലോൺസ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ടേം ലോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 352 കോടി രൂപയോളം ബുക്ക് വാല്യൂ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പകുതി 0.5 സംതിങ് ഡെറ്റ് ടു എക്വിറ്റി റേഷ്യോ 0.57 ആണെന്ന് തോന്നുന്നു. 0.57ഓളം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ട്. മിക്കവാറും ഉള്ള ഈ ഒരു ജ്വല്ലറി കമ്പനീസിനും ഈ റേഞ്ചിലുള്ള ജ്വല്ലറി കമ്പനീസിനും ഓൾമോസ്റ്റ് 0.5 അടുപ്പിച്ചുള്ള ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഷോർട്ട് ടേം ഡെറ്റുകളാണ്. അത് ആ ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ആവശ്യമുള്ളതാണ്. എപ്പോഴും ഇത്ര പൈസയുടെ ഇൻവെൻട്രി മിക്കവാറും ഉള്ള കമ്പനികൾ കീപ്പ് ചെയ്യാറുണ്ട്. ഈ ഓർണമെൻറ്റ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ കീപ്പ് ചെയ്യുന്ന ഇൻവെൻട്രി, ആ ഒരു ഇൻവെൻട്രി എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബിസിനസ്സിൽ. പിന്നെ ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 2023 നിന്ന് 2024 വലിയൊരു ഗ്രോത്തിൽ അവർ റവന്യൂസിലായാലും അവർ പ്രോഫിറ്റ്സിലായാലും വലിയൊരു ഗ്രോത്ത് അവർക്ക് സംഭവിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജ്വല്ലറി കാര്യങ്ങളൊക്കെ സെയിൽസ് വലിയ രീതിയിൽ പിക്ക് ചെയ്തില്ല. അത് തന്നെയാണ്. പക്ഷേ പിന്നെ 2025 ആ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ, അതായത് റവന്യൂസ് 30% മുകളിലും പ്രോഫിറ്റ് 30-40% ഗ്രോത്തും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ ഒരു ഹാഫ് ഇയറിൽ നല്ലൊരു രീതിയിലുള്ള ഗ്രോത്ത് ആ ഒരു കമ്പനി കാണിക്കുന്നു. 20% മുകളിൽ 25% ഗ്രോത്ത് ഇപ്പോൾ തന്നെ ആ ഒരു
ഹാഫ് ഇയർ പീരീഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് ആണ്. കമ്പനിയുടെ മാർജിൻസ് വളരെ കൂടുതലാണ്, 20% മുകളിലാണ്. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ മെയിനായിട്ടുള്ള ബിസിനസ് ഗോൾഡ് ജ്വല്ലറി ബിസിനസ്സിലായാലും ബാക്കിയുള്ള ഏത് ജ്വല്ലറി കമ്പനികളുടെ മാർജിൻസ് നോക്കിയാലും കുറവായിരിക്കും സാധാരണ. ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് കൂടുതലായിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബിസിനസ് മെയിനായിട്ട് ഈ ഒരു പ്രഷ്യസ് സെമി പ്രഷ്യസ് സ്റ്റോണുകൾ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ടാണ്. അവരുടെ ആ ഒരു സ്റ്റോണുകളുടെ ആ ഒരു റേറ്റ് അവർക്ക് കുറച്ച് പൈസയ്ക്ക് കിട്ടുന്നതും കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ കൂടുതൽ പൈസയ്ക്ക് വിൽക്കുന്നതുമാണ്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു മാർജിൻസ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ നഷ്ടമാണ് ഇവരുടെ ലാഭം. ആ ഒരു മാർജിൻസ് ഭാവിയിൽ ഈ ഒരു ജ്വല്ലറി ബിസിനസ്സിൽ സസ്റ്റൈനബിൾ ആണോ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ലാബ് ഗ്രോൺ ഡയമണ്ട്സിൻ്റെ പ്രചാരം കൂടുമ്പോഴും കുറച്ചുകൂടെ പ്രൈസ് കുറച്ച് ഈ ഒരു സ്റ്റോൺസ് അവൈലബിൾ ആകുമ്പോൾ മാർജിൻസും കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭാവിയിൽ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ മാർജിൻസ് വളരെ കൂടുതലാണെന്ന് ഉള്ളതുപോലെ തന്നെ അവരുടെ മൊത്തത്തിലുള്ള അസറ്റുകൾ അവരെ ഇറക്കിയിരിക്കുന്ന പൈസ വളരെ കുറവായതുകൊണ്ട് തന്നെ എക്വിറ്റിയിലുള്ള അവരുടെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 165%, അതുപോലെ അവരുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അവർ കടവും കൂടെ ഈ ഒരു ബിസിനസ്സിൽ അവർ എംപ്ലോയ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതും കൂടെ കൂട്ടുവാണെങ്കിൽ അവരുടെ റിട്ടേൺ റേഷ്യോസ് ഓൾമോസ്റ്റ് 80% വരുന്നുണ്ട്. ഈ ഒരു കമ്പനിയിൽ ആ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് ആ ഒരു PN ഗാഡ്ഗിൽ ആൻഡ് സൺസ് അവർ 87.45% അവർ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു IPO ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 380 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഹോൾഡിങ്സ് ഡൈല്യൂട്ട് ആവുകയാണ്, 60% പോകും അവരുടെ ആ ഒരു ഹോൾഡിങ്സ്. പിന്നെ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിലേറ്റീവ് വാല്യൂഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സാധാരണ ആൾക്കാർ താരതമ്യം ചെയ്യുന്ന കുറച്ച് ജ്വല്ലറി കമ്പനികളുണ്ട് ഇതിൽ. അപ്പോൾ ആ ഒരു കമ്പനീസുമായിട്ട് തന്നെ ഈ കമ്പനിയെ താരതമ്യം ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേ കമ്പനിയാണ് ഇതേ സൈസിലുള്ള ഇതേപോലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി മാർക്കറ്റിലില്ല. അപ്പോൾ അതുപോലുള്ള ഗോൾഡ് ജ്വല്ലറിയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ, ഗോൾഡ് ജ്വല്ലറിയും ഇതുപോലെ പ്രഷ്യസ് സ്റ്റോൺസ് അതിൻ്റെ കൂടെ തന്നെ വിൽക്കുന്ന ചില ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ആ ബിസിനസ്സുകൾ കൂടെ നമ്മൾ ഇതിനെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 1223 കോടിയാണ്. നമ്മളെ ത്രിഭുവൻ ദാസ് വിംജി സവേരി എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി കുറച്ചുകൂടെ കമ്പയറബിൾ ആണ് ഈ ഒരു കമ്പനിയായിട്ട്. പക്ഷേ വലിയൊരു ഡിഫറൻസ് ഉണ്ട് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയിലും ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന റിട്ടേൺസിലുമൊക്കെ വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ത്രിഭുവൻ ദാസുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കമ്പനിക്ക് ആ കമ്പനിയെക്കാളും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലാണ്. എന്നാൽ ഇവരുടെക്കാളും 10 ഇരട്ടിയോളം റവന്യൂസ് ഈ ഒരു കമ്പനിക്കുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിക്ക് കുറച്ചുകൂടെ ഡെറ്റ് ഉണ്ട് ഈ ത്രിഭുവൻ ദാസിന്. അതുപോലെ തന്നെ റിട്ടേൺ റേഷ്യോസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കമ്പനിക്ക് വാല്യൂഷൻസ് കുറച്ച് കിട്ടുന്നത്. അപ്പോൾ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ഈ ഒരു കമ്പനിയായിട്ടില്ല മിക്കാറുള്ള കമ്പനികൾക്ക്. അപ്പോൾ ഈ ഒരു ത്രിഭുവൻ ദാസും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രൈസ് ടു ഏർണിങ്സ് 15.3 അപ്പോൾ ത്രിഭുവൻ ദാസ് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞാണ് വിൽക്കുന്നത്. ഈ ഒരു കമ്പനി 20 ടൈംസ് പ്രൈസ് ടു ഏർണിങ്സിലാണ് വിൽക്കുന്നത്. എന്നാലും ഈ ഒരു കമ്പനി ആയിരിക്കും കുറച്ചുകൂടെ ചീപ്പ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് ത്രിഭുവൻ ദാസുമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം കൂടുതലാണ്. അത് സാധാരണ ഒരു ജ്വല്ലറി കമ്പനിയുടെ മാർജിൻസ് മാത്രമേ ആ ഒരു കമ്പനിക്കുള്ളൂ. ഓപ്പറേറ്റിംഗ് മാർജിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 7% ഉള്ളൂ ത്രിഭുവൻ ദാസിന്. പക്ഷേ ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് 26.6% ഓപ്പറേറ്റിംഗ് മാർജിൻസ്. 2025 ഫൈനാൻഷ്യൽ ഇയറിലെ ഡേറ്റാസാണ് ഫുൾ എടുത്തിരിക്കുന്നത്. അതുപോലെ റിട്ടേൺ ഓൺ എക്വിറ്റി നോക്കുകയാണെങ്കിൽ ഇറക്കിയ ആ ഒരു എക്വിറ്റി ക്യാപിറ്റൽ 3.84 മാത്രം റിട്ടേൺസ് ആണ് ആ ഒരു ത്രിഭുവൻ ദാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ 26.2% എന്നുള്ള ആ ഒരു റിട്ടേൺ ഓൺ എക്വിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇവരെ ഈ ഒരു പിയേഴ്സുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു ത്രിഭുവൻ ദാസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1040 കോടിയുള്ളൂ. പക്ഷേ അവരുടെ ഒരു ഡെറ്റ് 792 കോടിയാണ്. അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള എൻ്റർപ്രൈസ് വാല്യൂ കുറച്ചുകൂടെ ഉണ്ട്, 1800 കോടിയോളം ഉണ്ട്, 800 കോടിക്ക് മുകളിലുണ്ട്. നമ്മുടെ ഈ ഒരു PNGS രേവയ്ക്ക് 1200 കോടിയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 130 കോടി ഡെറ്റും. അപ്പം 1350 കോടിയോളം രൂപയാണ് നമ്മൾ ഈ ഒരു കമ്പനിക്ക് വേണ്ടി പേ ചെയ്യുന്നത്. മറ്റേതിന് 1800-1900 കോടിയോളം പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റ്സും ആ ഒരു കമ്പനി ഉണ്ടാക്കുന്നുള്ളത് നോക്കുക. ആ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള സെയിൽസ് 2620, ഈ ഒരു കമ്പനിയുടെ 10 ഇരട്ടി. പക്ഷേ ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി വളരെ കുറവായതുകൊണ്ട് അവരുടെ മാർജിൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയായിട്ട് താരതമ്യേന വളരെ കുറവ്. ഓപ്പറേറ്റിംഗ് മാർജിൻസ് 7% മാത്രമാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിക്ക് 26.6% ഓപ്പറേറ്റിംഗ് മാർജിൻസ് ഉണ്ട്. അതുപോലെ റിട്ടേൺ റേഷ്യോസും വളരെ കൂടുതലാണ്. ബാക്കി ഇതെല്ലാം സാധാ ജ്വല്ലറി കമ്പനികളായതുകൊണ്ട് അവരുടെ മാർജിൻസ് വളരെ കുറവും റിട്ടേൺ റേഷ്യോസും വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമ്മൾ ഈ ഒരു ത്രിഭുവൻ ദാസും തങ്കമൽ ജ്വല്ലറിയും സെൻകോ ഗോൾഡും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനികൾക്കെല്ലാം സാധാരണ ജ്വല്ലറി ബിസിനസ്സിലുള്ള കമ്പനികൾക്കെല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻസും
വളരെ തുച്ഛമായിട്ടുള്ള റിട്ടേൺ റേഷ്യോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് വളരെയധികം കൂടിയ ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻസും അതുപോലെ റിട്ടേൺ റേഷ്യോസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് കുറച്ചുകൂടെ പ്രൈസ് ടു ഏർണിങ്സ് മൾട്ടിപ്പിൾ എന്തായാലും കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു 20 PE എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് വളരെ ചീപ്പായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇവരുടെ ആ ഒരു നമ്പേഴ്സ് വെച്ചുള്ള വാല്യൂഷൻ വളരെ ചീപ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു കമ്പനി എന്തുകൊണ്ടായിരിക്കും ചീപ്പായിട്ടുള്ള വാല്യൂഷനിൽ കിട്ടുന്നത്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിക്കുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയ വലിയ റിസ്ക്കുകളുണ്ട് ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിൽ. ആ ഒരു റിസ്ക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഈ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ജോഗ്രഫിക് കോൺസെൻട്രേഷൻ തന്നെയാണ്. അവർക്ക് മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളൂ ബിസിനസ്. അവരുടെ ആ ഒരു 90% അവരുടെ റവന്യൂസ് വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു മഹാരാഷ്ട്രയിലെ 5 സ്റ്റോർസിൽ നിന്നാണ് ഈ 44% അവരുടെ ആ ഒരു റവന്യൂസ് വരുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു കമ്പനി US ലിസ്റ്റ് ചെയ്താണ് റിവാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കമ്പനി വെച്ച് നോക്കുകയാണ്, ആ ഒരു കമ്പനിക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫുട് പ്രിൻ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കമ്പനിക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പനി PN ഗാർഗിൽ ആൻഡ് സൺസിൻ്റെ ഈ ഒരു ഡയമണ്ട് കമ്പനി അവർ മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ പുറത്തോട്ട് കുറച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു പേര് കുറച്ച് പേര് കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വലുതായിട്ട് ജോഗ്രഫിക്കലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഈ ഒരു കമ്പനിക്ക് ഇല്ല. നമ്മളിപ്പോൾ ഇവരുമായിട്ട് കമ്പയർ ചെയ്ത ആ ഒരു ത്രിഭുവൻ ദാസിൻ്റെ തന്നെ ആ ഒരു സ്റ്റോർസ്, അവരുടെ ആ ഒരു സ്റ്റോർസിൻ്റെ ആ ഒരു ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യ ലൊക്കേഷൻസ് ആണ്. അവർക്ക് പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് നോർത്തിലും സൗത്തിലും എല്ലാം അവർക്ക് ആ ഒരു ബിസിനസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ റിസ്ക് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു 286.5 കോടി യൂസ് ചെയ്ത് അവരിപ്പോൾ 15 സ്റ്റോർസ് എക്സ്പാൻഡ് ചെയ്യാം. പുതിയതായിട്ട് സ്റ്റോറുകൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം അറിയാമല്ലോ, പുതിയതായിട്ടുള്ള സ്റ്റോർ സെറ്റ് ചെയ്യുമ്പോൾ അതിന് ലാഭം കാണത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറുകൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള കോസ്റ്റുകൾ എന്ന് വെച്ചാൽ വരുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ ആ ഒരു റിസൾട്ടുകളെ നല്ല രീതിയിൽ ഈ ഒരു കാര്യം ബാധിക്കും. 2028 കൂടിയാണ് അവർ ഇത്രയും 15 സ്റ്റോർസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പതിയാണ്, എന്നാലും പ്രോഫിറ്റബിലിറ്റിയെ ഈ ഒരു കാര്യം ബാധിക്കുന്നതാണ്. മൂന്നാമത്തെ റിസ്ക് ആയിട്ട് പറയാനുള്ള ഈ ഒരു കമ്പനിയുടെ സൈസ് തന്നെയാണ്. വെറും 258 കോടിയോളം രൂപയുടെ സെയിൽസ് മാത്രമേ ഈ ഒരു കമ്പനിക്ക് ഉള്ളൂ. അപ്പോൾ അത്രയും പേരിലോട്ട് ഈ ഒരു കമ്പനി റീച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു സെയിൽസിന്, അവരുടെ ആ ഒരു ബ്രാൻഡ് പേരിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നിട്ട് ഇവരുടെ സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി നല്ല രീതിയിൽ അത് ബാധിക്കും. ഈ ഒരു കമ്പനിയുടെ ആ ഒരു ഫുട് പ്രിൻറ്റ് വളരെ ചെറുതാണെന്നുള്ളതാണ് ആ ഒരു റിസ്ക്. പിന്നെ ഈ ഒരു കമ്പനിയിലെ മെയിനായിട്ട് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻറ്ററി എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്, കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും അതുപോലെ ഗോൾഡും അതുപോലുള്ള കാര്യം വലിയ വാല്യൂ ഉള്ള ഇൻവെൻറ്ററിയാണ്. ഇതുപോലുള്ള എല്ലാ കമ്പനികൾക്കും ഇതുപോലെ വലിയൊരു വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ്. ഈ ഒരു കമ്പനിയുടെ ഇൻവെൻറ്ററി സൈക്കിൾ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1 വർഷത്തോളമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു കമ്പനിയിൽ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ 65 തൊട്ട് 70% വരെ ഈ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ റോ മെറ്റീരിയൽ കോസ്റ്റാണ്. ഈ ഒരു ഗോൾഡ് അതുപോലെ തന്നെ ഈ ഒരു പ്രഷ്യസ് സ്റ്റോൺസ് അതിൻ്റെയൊക്കെ പ്രൈസ് വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻസ് കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഇൻവെൻറ്ററി ലോസുകൾ സംഭവിക്കാൻ, ഇൻവെൻറ്ററി ഗെയിൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്ലക്ച്വേഷൻ ഇവരുടെ ആ ഒരു ഏർണിങ്സിൽ വരും. ഏർണിങ്സ് ഒരു കറക്റ്റായിട്ടൊരു ലീനിയർ ആയിട്ട് പോകുന്ന ഒരു ഏർണിങ്സ് ആയിരിക്കത്തില്ല ഈ ഒരു കമ്പനിയുടേത്. പിന്നെ അതുപോലെ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാബ് ഗ്രോൺ ഡയമണ്ട്സിൻ്റെ ആ ഒരു മേക്കിംഗ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ആ ഒരു ലാബ് ഗ്രോൺ ഡയമണ്ട്സിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ ഈ ഒരു കമ്പനിയുടെ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ നല്ല രീതിയിൽ ബാധിക്കും. ഇത് ഈ ഒരു കമ്പനിയുടെ ലോങ് ടേമിലുള്ള റിസ്ക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വില കുറഞ്ഞ സിന്തറ്റിക് ആയിട്ടുള്ള കൗണ്ടർ പാർട്സ് മേടിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും നോക്കും. അപ്പോൾ ഈ പറഞ്ഞ റിസ്ക്കുകൾ മെയിനായിട്ട് ഈ ഒരു ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻസ് ആയാലും നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആയാലും അവർക്ക് നോർത്തിലും സൗത്തിലും ബിസിനസ് ഉണ്ട്. അപ്പോൾ തങ്കമയിൽ ജ്വല്ലേഴ്സിന് തമിഴ്നാട്ടിലാണ് വലിയൊരു ശതമാനം ബിസിനസ് എങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് അവർക്ക് പതിയെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ട്. മാത്രമല്ല അവരുടെ വലിയൊരു ഫുട് പ്രിൻ്റാണ്, വലിയൊരു ബിസിനസ്സാണ് തങ്കമയിൽ ജ്വല്ലേഴ്സിൻ്റെത്. അപ്പോൾ ഇവരുടെ ആ ഒരു റിസ്ക്കുകൾ നോക്കുകയാണെങ്കിൽ ചെറിയ കമ്പനിയാണെന്നുള്ള റിസ്ക് ഉണ്ട്, റീജിയണൽ കോൺസെൻട്രേഷൻ്റെ റിസ്ക് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഭാവിയിൽ ഇവരുടെ ആ ഒരു പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ആ ഒരു ബിസിനസ്സിനെ ചലഞ്ച് ചെയ്യും എന്നുള്ളതൊരു റിസ്ക് ഉണ്ട്. അതുപോലെ ഇവരുടെ ആ ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനിക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നത് ഇവരുടെ ഒരു പ്രൈസിൽ. അപ്പോൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുള്ളവർ മനസ്സിലാക്കേണ്ട ആ ഒരു ഡിസ്കൗണ്ട് വർത്താണെങ്കിൽ മാത്രം ലോങ് ടേമിലേക്ക് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. പിന്നെ ഈ ഒരു IPO ലിസ്റ്റിംഗ് ഗെയിൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു IPOക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 5% ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് ആ ഒരു പ്രീമിയം ചിലപ്പോൾ ഇനി കൂടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് IPOയിൽ നമുക്കൊരു അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് എടുക്കാവുന്നതാണ്.